അപ്പൊ ഹലോ ഗൈസ്, എപ്പത്തേം പോലെ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ 9:15 കഴിഞ്ഞപ്പോൾ വീടും പൂട്ടി ഇറങ്ങി. ഇതാണ് ഞാൻ പോകുന്ന ബസ്സിന്റെ ഉള്ളിലെ അവസ്ഥ. അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ശ്വാസം നേരെ വീണിട്ടില്ല. വീട് പൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ബസ് വന്നു. എന്റെ ആക്സിഡന്റിന് ശേഷം ഞാൻ ഇങ്ങനെ ഓടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഓഫീസിന്റെ അടുത്തെത്തി. ഈ വയ്യാത്ത കാലും വെച്ച് ഞാൻ ഭയങ്കര ഓട്ടോടി. കാലൊക്കെ വേനെടുക്കുന്നു. വേറെ വഴിയില്ല. ബസ് പോയാൽ പിന്നെ വിരലി അടക്കൂല. 10 മണിക്ക് എത്തട്ടെ. 9:30 അയ്യോ, ശ്വാസം നേരെ വീണിട്ടില്ല ഓട്ടത്തിൻ്റെ. അത് കഴിഞ്ഞ് ബസ് കയറിയപ്പോൾ ബസ്സിൽ ഒരു ജാഥയ്ക്കുള്ള ആളും, നിൽക്കാൻ പോലും സ്ഥലമില്ല. അയ്യോ, സോ എന്തായാലും പോയി ഓഫീസിൽ കയറട്ടെ. നമുക്ക് സമയമുണ്ട്. ഇത്രയും 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 10 മണി വരെ സമയമുണ്ട്. കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ പോയിരുന്ന് തീർക്കാം. അങ്ങനെ ആ ഒരു ഇതിലേക്ക് സ്റ്റെപ്പും കയറി മുകളിലെത്തി. എന്നിട്ട് 10 മണി വരെ അവിടെ ഇരുന്ന് കുറച്ച് കണ്ടന്റ് ഐഡിയാസ് ഒക്കെ എഴുതി വെച്ച്, എന്നിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് ഫുഡ് കഴിച്ച് നേരെ തിരിച്ച് കയറിയിട്ട് പിന്നെ ഇറങ്ങുന്ന ഒരു ചായ കുടിക്കാനാണ്. അങ്ങനെ 7:30 ആയപ്പോഴത്തെ ഓഫീസിലെ പരിപാടിയൊക്കെ തീർത്ത് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ വിളിച്ചത്. അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തെ അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛൻ കുറച്ചു നേരം വണ്ടി എടുത്തിട്ട് ബാക്കി എന്നോട് ഓടിക്കാൻ പറഞ്ഞ്. ഞാനിപ്പോ പതിയെ വീണ്ടും വണ്ടി ഓടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ വന്ന ഫുഡ് വാങ്ങാനാണ്. നമുക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഫുഡൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയി. ജുജുത്സു കൈസും പുതിയ സീസൺ വന്നിട്ടുണ്ട്, അതും കണ്ടിരുന്നു. അതോടെ എന്റെ ഫോണിലെ ചാർജും തീർന്ന്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.